പരിശുദ്ധ ഖുർആനിലെ രണ്ട് ആയത്തുകൾ നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ഓതിയാൽ സൗഭാഗ്യ പെരുമഴ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ലൈഫിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടോ, എന്ത് പ്രയാസമുണ്ടോ, രോഗമാകട്ടെ, കണ്ണേറാകട്ടെ, സിഹറാകട്ടെ, കടമാകട്ടെ, എന്തും എല്ലാം അള്ളാഹു ഒന്ന് ബാത്തിലാക്കി കളയും. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. ഇതൊന്നും മനപ്പാടാക്കിയാലേ, ചെറിയ 2 ആഴ്ചകളല്ലേ, ഒന്നും മനപ്പാടാക്കിയാൽ അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ നിങ്ങൾ ആരാണ്? ലൈഫ് കളറാകാൻ ഈ 2 ആഴ്ചകൾ നമ്മൾ ഈ പറയുന്നത് പോലെ നോദിയാൽ മതി. അള്ളാഹു അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുനീരവൻ തുടച്ചു തരും. എത്ര വലിയ പ്രശ്നങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഇന്ന് നമ്മൾ പഠിക്കുന്ന 2 ആയത്തുകൾ കൊണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ പരിഹാരം തരും. ആദ്യം തന്നെ നമുക്ക് സസ്പെൻസ് വെക്കേണ്ടല്ലോ. ആദ്യം തന്നെ ആയത്തുകൾ ഏതാന്ന് പറയാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ആമന റസൂൽ എന്ന് നമ്മളിങ്ങനെ പറയുന്ന ആ മഹത്വങ്ങൾ നിറഞ്ഞ ആയത്തുകൾ, അതൊന്ന് ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് ഒരുപാട് മഹത്വങ്ങൾ. ഇന്ന് നമുക്ക് 10-24 മഹത്വങ്ങൾ പറയണം. അതോടൊപ്പം ഒരു മനുഷ്യൻ ഇത് മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ അള്ളാഹ് അവനെ അങ്ങ് താങ്ങിയെടുക്കുന്ന, അള്ളാഹ് അവനെ അങ്ങ് സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് പഠിക്കണം. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ യാത്രയ്ക്ക് പോകുമ്പോൾ അവിടത്തേക്ക് 3 സമ്മാനങ്ങൾ പടച്ചോനിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ? ഒന്ന് 5 വഖത്ത് നിസ്കാരാണ്. മറ്റൊന്ന് സിദ്റത്തുൽ മുന്തഹയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ആ മനോഹരമായ മുത്ത്, അത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തായ ആമന റസൂലാണ്. അപ്പോൾ നമ്മളത് പഠിക്കണ്ടേ? ആ ഒരു മുത്ത്, ആ ഒരു സമ്മാനം, മുത്തുനബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ആ സമ്മാനം നമുക്കും വേണ്ടവണ്ണം ഉപയോഗിക്കാൻ കഴിയണ്ടേ? അതിൻ്റെ മഹത്വം അറിഞ്ഞോദണം, എങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമെന്ന് പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചെറിയ നിലക്ക് നമുക്ക് ഒരുമിച്ച് ആദ്യം ഒന്ന് ഓതാം. നമ്മൾ ഹദ്ദാദിലൊക്കെ പതിവാക്കുന്നതാണല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊരു വല്ലാത്ത സംഗതിയാണ് അല്ലേ? പടച്ച റബ്ബ് ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള അതിമനോഹരമായ ആയത്തുകളാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾ കൊണ്ട് അള്ളാഹിനോട് നമ്മളെ നശിപ്പിച്ച് കളയല്ലേ എന്ന് പറയുന്ന ആശയം ഇതിലുണ്ട്. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം തരല്ലേ അള്ളാഹ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അത്ഭുതങ്ങൾ നിറഞ്ഞ മനോഹരമായ 2 ആയത്തുകൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ 2 ആയത്തുകൾ ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് ഓതിക്കഴിഞ്ഞാൽ ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും പൊറുപ്പിക്കാൻ ഈ 2 ആയത്തുകൾ മതിയെന്നാണ് സ്വഹാബത്ത് പറയുന്നത് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 2 ആയത്തുകൾ കേട്ടാൽ ആമീൻ എന്ന് പറയും. ജിബ്രീൽ അലൈഹിസ്സലാം ആമീൻ എന്ന് പറയും. സ്വഹാബത്തെല്ലാം ആമീൻ എന്ന് പറയും. കാരണം
ഇത് വെറും 2 ആഴ്ചകളല്ല, ഇതൊരു പ്രാർത്ഥന കൂടെയാണ്, ഇതൊരു ദുആ കൂടെയാണ്. ദുആ ചെയ്ത് കഴിയുമ്പോൾ ആമീൻ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ സ്വഹാബത്തും മുത്ത് നബിയും ജിബ്രീൽ അലൈഹിസ്സലാമും എല്ലാം ഈ 2 ആഴ്ചകൾ ഓതി കഴിയുമ്പോൾ ആമീൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചകൾ ഓതിക്കഴിഞ്ഞാൽ, ആമൻ റസൂൽ ഓതിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് അത് അർശിൻ്റെ ചുവട്ടിലെ നിധിയാണത്രേ. അർശിൻ്റെ ചുവട്ടിലെ നിധി അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ള മനുഷ്യന്മാരെ അല്ലേ? നമുക്ക് തിരിച്ചറിയേണ്ട അർശിൻ്റെ ചുവട്ടിലെ നിധി അത് ആമന റസൂലാണ്. വ ഇന്നഹുന്ന ദുആ, ഇത് പ്രാർത്ഥനയാണ്. ഇതിൽ ദുനിയാവുണ്ട്, ദുന്യവിയായ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, ഉഖ്റവിയായ കാര്യങ്ങൾ. നാളെ പരലോകത്തിൽ രക്ഷപ്പെടണ്ടേ, സിറാത്ത് പാലം എളുപ്പത്തിൽ കടക്കണ്ടേ, നരകത്തിൽ വീഴാതെ സ്വർഗത്തിലേക്ക് സുസ്മേരവതരായ അങ്ങ് കടന്നു പോകണ്ടേ? ഈ സൂറത്ത് മുറുകെ പിടിച്ചോളൂ. വ ഇന്നഹുന്ന യുദ്ഖിൽനൽ ജന്ന, ഈ 2 ആയത്തുകൾ നമ്മൾ സ്വർഗത്തിലെത്തിക്കും. ഇതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കി അള്ളാഹനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ഒന്ന് ഓതിയാൽ അല്ലാഹ് സുബ്ഹാനക യാ റബ്ബ് നമ്മളിത് സ്വർഗത്തിലേക്ക് എത്തിക്കും. മാത്രമല്ല ഈ 2 ആഴ്ചകൾ അള്ളാഹനെ സന്തോഷിപ്പിക്കുമെന്നാണ് 7ാമത്തെ പ്രത്യേകതയായി നമുക്ക് പറയാൻ പറ്റുന്നത്. അള്ളാഹനെ സന്തോഷിപ്പിക്കും. ഈ 2 ആഴ്ചകൾ അള്ളാഹനെ സന്തോഷിപ്പിക്കും. അള്ളാഹ് നമ്മളെ ഏറ്റെടുക്കാൻ അത് മതി. അള്ളാഹ് സന്തോഷിക്കുമെങ്കിൽ ഈ ആഴ്ചകൾ എത്ര തവണ ഓതാനും ഈമാനുള്ളവർ തയ്യാറാണല്ലേ. വഹുമാ യശ്ഫിയാൻ, യാ അല്ലാഹ് എത്ര വലിയ രോഗമാണെങ്കിലും ഈ ആയത്ത് നിങ്ങൾ ചികിത്സയ്ക്ക് ഉപയോഗിച്ചോളൂ, ഈ ആയത്ത് പാരായണം ചെയ്തോളൂ, അള്ളാഹു ശിഫ തരും. ആര് ശിഫ തരും? അള്ളാഹ് ശിഫ തരും. ഇടയ്ക്കിടയ്ക്ക് ഒരു 3 തവണ ഈ ആഴ്ചകൾ വെള്ളത്തിൽ ഊതിയിട്ട് രോഗിക്ക് കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ രോഗി സ്വയം ഊതി കുടിക്കുക. വലിയ ശിഫയുണ്ടെന്നാണ്. 9ാമത്തേത് വഹുമാ യുഹിബ്ബുഹും അല്ലാഹ്, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ 2 ആയത്തുകൾ. അതുകൊണ്ട് തന്നെ ഈ 2 ആയത്തുകൾ ഓതുന്നവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയല്ലേ? ഈ 2 ആയത്തുകൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ആയത്തുകൾ ഓതുന്നവരെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി രാത്രി ഓതിയാലോ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. പടച്ചറബ് പാതിരാ സമയത്ത് അവൻ്റെ അടിമകളിലേക്ക് കൂടുതൽ അടുത്ത് വരുന്ന നിമിഷം ഈ 2 ആയത്തുകൾ ഓതുന്നവരെ നിങ്ങളെ അള്ളാഹു അങ്ങ് ചേർത്ത് പിടിക്കുമെന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അതുപോലെ തന്നെ ഈ ആയത്തിൻ്റെ 3 പ്രത്യേകത, ഇത് ഒന്ന് ഖുർആൻ ആയത്താണ്, മറ്റൊന്ന് ഇത് ദിക്റാണ്, മറ്റൊന്ന് ദുആയാണ്. എല്ലാം കൂടെ ചേർന്ന അതിമനോഹരമായ 3 ആയത്തുകൾ, 2 ആയത്തുകൾ വല്ലാത്തൊരു അത്ഭുതമാണ്. 3ഓളം പ്രത്യേകത ആ ഒറ്റ ആയത്തിൽ തന്നെ ഇങ്ങനെ ഒളിഞ്ഞു നിൽപ്പുണ്ട്. അതെന്താണ്? ഒന്ന് ഖുർആൻ ആയത്താണ്, മറ്റൊന്ന് ദിക്റാണ്, മറ്റൊന്ന് ദുആയാണ്. സുബ്ഹാനക യാ റബ്ബ്. 12ാമത്തേത് മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഒരാൾ ഇത് ഓതിക്കഴിഞ്ഞാൽ, ഒരു തവണ ഓതിയാൽ കഫച്ച, അന്നത്തെ രാത്രി അവനത് മതി എന്ന് പറഞ്ഞാൽ, രാത്രി നിസ്കാരമൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. ആ രാത്രി നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് ഈ 2 ആയത്ത് നിൽക്കും അത്രേ. സുബ്ഹാനക യാ റബ്ബ്. 13ാമത്തെ പ്രത്യേകത, സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് ഏതാണ് നബിയേ? അങ്ങേറ്റവും ഇഷ്ടപ്പെട്ട ആയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, അതാണ് ആമന റസൂൽ. 14ാമത്തേത് ഈമാൻ കിട്ടി മരിക്കാൻ. സുബ്ഹാനക യാ റബ്ബ്. ഉറങ്ങും മുമ്പ് ഈ 2 ആയത്തുകൾ ഓതിക്കിടക്കുന്നവരെ ആ രാത്രി നിങ്ങൾ മരിച്ചാൽ ഈമാനോടുകൂടെ മരിക്കുമെന്നാണ്. അവർ രാത്രി കിടക്കാൻ നേരത്ത് ഈ 2 ആയത്തുകളും കൂടെ ഈ 2 ആയത്തുകൾ കൂടെ ഓതിയൊന്ന് നമ്മുടെ ലൈഫിൽ ഇതിങ്ങനെ പതിവാക്കണം. ഈമാൻ കിട്ടി മരിക്കാൻ അത് മതി എന്നാണ്. 15ാമത്തേത് ശത്രുക്കളിൽ നിന്ന് കാവൽ. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? അത് മനുഷ്യരാകട്ടെ, പിശാചുക്കളാകട്ടെ, ജിന്നുകളാകട്ടെ, നിങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്ന ഏത് ശത്രുവാണെങ്കിലും ആമന റസൂൽ ഓതുന്നവരെ നിങ്ങളുടെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുമെന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. 16ാമത്തേത് കണ്ണേറ് ബാധിച്ചവർ, സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. ഈ ആമന റസൂൽ സൂറത്തിൻ്റെ ആയത്തെന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ഈ ആമന റസൂൽ കൊണ്ട് നടക്കുന്നവർക്ക് കണ്ണേറിൽ നിന്ന്, അതുപോലെ തന്നെ സിഹറിൽ നിന്ന് അള്ളാഹു സുരക്ഷിതത്വം കൊടുക്കുമെന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അതുപോലെ മനസ്സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ആർക്കാണ് ഉസ്താദെ വേണ്ടാത്തത്? രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും? ഒരു പേപ്പറിൽ ആമൻ റസൂൽ ഈ 2 ആയത്തുകൾ എഴുതുക, എന്നിട്ട് തലയിണയുടെ താഴെ വെച്ചിട്ട് കിടന്നുറങ്ങുക. അള്ളാഹു സമാധാനം തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ കിടന്നുറങ്ങുക. അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങൾക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റും. അതുപോലെ 18ാമത്തെ പ്രത്യേകത, ചെറിയ കുട്ടികൾ, കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് തൊട്ടിലുണ്ടാവുമല്ലോ, തൊട്ടിലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഈ ആയത്തൊന്ന് എഴുതിയിട്ട് നിങ്ങളൊന്ന് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചാൽ പൈശാചികത കുഞ്ഞിനെ ബാധിക്കുന്നതിൽ നിന്ന് കുഞ്ഞിന് സുരക്ഷിതത്വം ലഭിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. 19ാമത്തേത്, നിങ്ങൾക്ക് മനഃപ്പാടമുണ്ടോ ഈ 2 ആയത്തുകൾ? മനഃപ്പാടമുണ്ടോ? മനഃപ്പാടമുണ്ടായിരിക്കും നിങ്ങൾ ഡെയിലി ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത്, ജീവിത വിഭവങ്ങളിൽ ബറക്കത്ത്, വീട്ടിലാകട്ടെ, നിങ്ങളുടെ ജീവിത ഉപാധികളിലാകട്ടെ അള്ളാഹു അല്ലാത്ത ബറക്കത്തുകൾ വാരിക്കോരിത്തരും.
മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. കടങ്ങളൊക്കെ അള്ളാഹു വീട്ടി തരും എന്നാണ്. 20-ാമത്തേത്, നിങ്ങളുടെ വാഹനത്തിൽ ഇത് എഴുതി വെച്ചാൽ, വീട്ടിൽ ഇത് എഴുതി വെച്ചാൽ അവിടെ ഇതൊക്കെ വല്ലാത്തൊരു ബറക്കത്ത് അനുഭവിക്കാൻ പറ്റും. അവിടെയൊക്കെ നിങ്ങൾക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റും, ഇല്ലേ? എപ്പോഴും വഴക്കുള്ള വീട്, കാരണം എന്താണെന്നറിയാൻ പാടില്ല. എപ്പോഴും രോഗമുള്ള വീട്, കാരണം അറിയില്ല. ഈ ആമന റസൂലൊന്ന് ഓതി നോക്കൂ. നിങ്ങൾ അവിടെ ഒന്ന് എഴുതി വെക്കുക. വീട്ടിൽ വെറുതെ എഴുതി വെച്ചിട്ടുണ്ടായില്ല, അത് കൽബിലുണ്ടാകണം. അള്ളാഹു മാറ്റിത്തരും എന്നുള്ള ഉറച്ച ബോധ്യം വേണം, ഓതുകയും കൂടെ വേണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലൈഫ് കളറാവും. ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ്. 21-ാമത്തേത്, മാരക രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ തേടാൻ. ഇനി നിങ്ങളുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ ഇശായിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരു 11 തവണ ആമന റസൂൽ ആയത്ത് ഓതിയിട്ട് എന്ത് ചെയ്യണം? വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് രോഗിയുണ്ടെങ്കിൽ രോഗിക്ക് കുടിക്കാൻ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് രോഗം വരാതിരിക്കാൻ, ഇല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വന്ന് മാറ്റുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ പരിശ്രമിക്കലാണ്, അല്ലേ? അപ്പോൾ മാരക രോഗങ്ങളിൽ നിന്ന് കാവലാണ് ഈ 2 ആഴ്ചകൾ 11 തവണ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു ശബ്ദം, ഭയങ്കര ശബ്ദം. മുദ്രബി ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ എന്താണ് ഈ ശബ്ദം? നബിയെ, ആകാശത്തെ ഇതുവരെ തുറക്കാത്തൊരു വാതിലൊന്ന് തുറന്നതാണ്. ആ വാതിലിലൂടെ ഒരു പുതിയ മലക്കിങ്ങനെ വരുന്നുണ്ട്. ആ മലക്ക് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് അല്ലാഹു 2 പ്രകാശം നൽകിയിരിക്കുന്നു. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, 2 ഖവാതിമുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്. ഈ 2 പ്രകാശവും അല്ലാഹു അങ്ങേക്ക് തന്നിട്ടുണ്ട് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 23-ാമത്തെ ഒരു പ്രത്യേകത എന്താണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആൻ മുത്തുനബിക്ക് ഇറക്കി കൊടുത്തത്, എല്ലാ സൂറത്തുകളും ഇറക്കി കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണെങ്കിൽ ആമന റസൂൽ അല്ലാഹു കൊടുത്തതാണ് മുത്തുനബിക്ക് നേരിട്ട്. അള്ളാഹ് നേരിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എത്രയാണ്, എത്ര വലിയ മഹത്വം അതിനുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയൊക്കെ പതിവാക്കണമല്ലേ? അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനി 24-ാമത്തെ ഒരു പ്രത്യേകത, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ആമന റസൂൽ ഓതി കൊടുത്താൽ മതി. അതിലുണ്ടെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ആമന റസൂൽ ഇതിങ്ങനെ പതിവാക്കുക. ഡെയിലി ഒരു മഗ്‌രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ 11 തവണ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 തവണയെങ്കിലും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരട്ടെ. രോഗികൾ നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് പതിവാക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. വേണ്ടേ? അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഫിസുമോളുടെ ചാനലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ അല്ലാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ഇംദാദീസ് വ്ലോഗ് എന്ന ചാനലിൽ വൈകുന്നേരം 7:15 മസാഉൽ ഖൈർ ഉണ്ടാകും. മസാഉൽ ഖൈറായിട്ട് നമുക്ക് തുടരാം, അല്ലേ? നമുക്ക് ചില അറിവുകൾ പഠിക്കണം, അതിനുശേഷം ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യണം, അല്ലേ? അതിൽ ആ ഒരു അരമണിക്കൂർ പോലും ഇല്ലാത്ത മജ്ലിസിൽ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് ഇരുന്ന, ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടൊരു ഗുഹയുടെ ഉള്ളിലിരുന്നില്ലേ? ഏതാണ് ആ ഗുഹ എന്ന് ചോദിച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർ സൗറാണ്, അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ ഉത്തരം കമൻറ്റ് ചെയ്തവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം എന്താണ്? ഗാർ സൗറിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയെ, ആ ശത്രുക്കളൊന്ന് തലതാഴ്ത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുകൂട്ടോ നബിയെ? എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയില്ല, അങ്ങേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് എൻ്റെ പേടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞ ഇൽമത്രയും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. നിൻ്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അവരുടെ പിന്നാലെ നടക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മനസ്സമാധാനം തരണേ അല്ലാ.
യാ റബ്ബന, ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ, കാമിലായ ശിഫാ നൽകണേ അല്ലാ. മാരക രോഗങ്ങൾ ചെന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. മക്കൾ നിമിത്തം നാണം കെടുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്ത് ഹംദ് പറയുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. യാ റബ്ബന, മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിതിയായ റഹ്മാനായ റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പ്രവാസികളുണ്ട്, ഖൈർ നൽകണേ അല്ലാ. പടച്ചവനെ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം വിശാലമാക്കണേ അല്ലാ. ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാരുണ്ട്, യാ റബ്ബന, നീ അവരെ താങ്ങിയെടുക്കണേ അല്ലാ. നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങൾ ആരെയും വിളിക്കല്ലേ അല്ലാ. ഫലസ്തീൻ മക്കളിലേക്ക് ഇസ്രായേൽ ജൂത പരീക്ഷകൾ ഇന്നലെയും അക്രമം ചുരിഞ്ഞു. 60ഓളം ആളുകൾ മരണപ്പെട്ടു, ഷഹീദായി. യാ റബ്ബന, ഫലസ്തീനിലെ മുസ്ലിം ഉമ്മത്തിന് നീ സുരക്ഷിതത്വം നൽകണേ അല്ലാ. പടച്ചവനെ, ലോകം യുദ്ധഭീതിയിലാണ്, നീ കാവലേകണേ അല്ലാ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ, സിയോണിസ്റ്റുകളെ നീ നശിപ്പിക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.